ചേച്ചി, ഇത് രോഗ് സാറിനുള്ള വാറണ്ട. ഇതെവിടുന്ന് കിട്ടി? ബെഞ്ച് ക്ലാർക്ക് സീൽ വയ്ക്കാൻ തന്നതാ. ഞാൻ അറിയാതെ ഒരു കോപ്പി എടുപ്പിച്ചു. രാജി, രാജി, രാജി ഇവിടെ? രാജി ചേച്ചി വീട്ടിലേക്ക് പോയി. എപ്പോ? 2 ദിവസമായി. നിമ്മേ, എന്ത് വാറണ്ടോ? എന്ത് ഉണ്ണിയെ എന്താ ഇത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഏയ്, അവളായിരിക്കില്ല. ഞാനിപ്പോ വരാം. നിൽക്കണം. ചേട്ടനോട് പോന്നു. ഞാൻ രാജയെ കണ്ടുവരാം. നിൽക്കണം. ചേട്ടൻ ഇനി ആ വീട്ടിൽ പോകരുത്. എന്താ കാരണം? കാരണം തൽക്കാലം ചേട്ടൻ അറിയണ്ട. അതെന്താ? അവളിപ്പോ റിട്ടയർഡ് ഐ ജി ഉണ്ണിത്താന്റെ മരുമകളാ. അവൾക്കിങ്ങനെ ഒരു ചേട്ടനില്ല അത്രേ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, അവൾക്കാ. നിമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്റെ പെങ്ങൾ അനാവശ്യം പറയരുത്. അവൾ പറഞ്ഞ അനാവശ്യം കേട്ടതേ ഞാനാ. തലേ കയറ്റി വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അവൾ എന്ത് പറഞ്ഞാന്നോ നീ പറയുന്നേ? അവൾ പറഞ്ഞതോ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം. നിമ്മേ, അവൾ എന്റെ പെങ്ങളാണ്. പെങ്ങൾ? അവൾ നിങ്ങളുടെ പെങ്ങളല്ല, പിശാചാണ്. നീ ഇന്നലെ വന്നവളാണല്ലേ എന്റെ പെങ്ങളെ കുറിച്ച് ഒരു അച്ഛൻ സംസാരിച്ചു പോരും. അച്ഛാ, ഇവൾക്ക് എന്ത് പറ്റി അച്ഛാ? ആർക്ക്? അച്ഛാ, എനിക്കൊന്നും അറിയില്ല. എല്ലാ കള്ളന്മാരും ആദ്യം നിഷേധിക്കും. അതിൽ വലിയ കാര്യമില്ല. പിന്നെ എന്താണാവോ വന്നത്? ഞാൻ അച്ഛനെ ഒന്ന് കാണാനാ വന്നത്. ഏതു വകയിൽ? അച്ഛൻ എന്തായി പറയുന്നേ? എന്റെ മകന്റെ ചിത കണ്ടതിന് ശേഷവും നിനക്ക് ഈ വീട്ടിൽ വരാൻ തോന്നിയല്ലോടാ. അച്ഛാ, നിർത്തടാ. ഈ വീടും നീയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇനി അച്ഛനമ്മ എന്ന് പറഞ്ഞ് ഈ കോമ്പൗണ്ടിൽ കയറരുത്. കടന്നു പോണം. എനിക്കെന്റെ പെങ്ങളെ ഒന്ന് കാണണം. പെങ്ങളോ? ഓ, അവളും കൂടെ ബാക്കിയുണ്ടല്ലോ. അതും കൂടി അവസാനിപ്പിച്ചാൽ എല്ലാം കൂടി ഒന്നായി വിഴുങ്ങാം. അച്ഛനെ കൂടുതൽ സംസാരിക്കരുത്. സംസാരിച്ചാൽ രാജി, എന്താ മോളെ ഇതൊക്കെ? മോളോ? എന്നെ മോളേന്ന് വിളിക്കാൻ നിങ്ങൾ എന്റെ ആരാ? നീ എന്തായി പറയുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ആഹാ, വിശ്വ സഹോദര സഹോദരി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നാണ് ആ ഫോറിൻ ട്രിപ്പ്? രാജി, നീ തന്നെയാണോ സംസാരിക്കുന്നത്? ഞാൻ തന്നെ. യാത്രയ്ക്ക് എയർപോർട്ടിൽ പോകുമ്പോ അണിയിക്കാൻ ഒരു മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കാഴ്ച മുമ്പ് കിടന്നിരുന്ന ഒരല്പം പൊട്ടിയിട്ടുണ്ട്. വിരോധമില്ലല്ലോ. നിനക്ക് എന്ത് പറ്റി കുട്ടി? സ്വന്തം രക്തത്തിന്റെ കെട്ടുകാലി പൊട്ടിച്ചു വേണം അല്ലേ തനിക്ക് ഡിഗ്രി എടുക്കാൻ? നിർത്താനോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജി, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എനിക്കൊന്നും അറിയില്ല. ഓഹോ, ഭാര്യ പറഞ്ഞയച്ചതായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അഭിനയിച്ചു നോക്കാൻ. ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ എന്നെ അന്വേഷിച്ച് നിങ്ങൾ ഇവിടെ വരരുത്. എന്നെ സംബന്ധിച്ച് എന്റെ സഹോദരൻ എന്നെ മരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നവൻ ഒരിക്കലും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല. ഗെറ്റ് ഔട്ട്. കടന്നു പറഞ്ഞത്.
തല്ലാനും തഴുകാനും എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അവളെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം. ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ? അവളാരാ? അവള് പോട്ടെ, നമുക്കെന്താ? അവള് ജഡ്ജൊന്നും അല്ലല്ലോ. നമുക്ക് നാളെ ജാമ്യത്തിൽ ഇറങ്ങാം. കോടതി വരട്ടെ. അവളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. സാരമില്ല, അവക്ക് മാത്രമുള്ളൊരു ഭർത്താവ്. എന്റെ മുഖത്ത് നോക്കി. അവൾക്ക് എന്ത് പറ്റി നിമ്മി? യെസ്, പ്രൊസീഡ്. എന്താ നിങ്ങളുടെ പേര്? രാജൻ. പ്രൊഫഷൻ? ഞാൻ ഡോക്ടറാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ നിൽക്കുന്ന പ്രതിയും വാദിയും ആരാണെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എല്ലാവർക്കും ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം. ആ നിലയ്ക്ക് അനാവശ്യമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കരുത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു, യുവർ ഓണർ. ആ, അച്ഛൻ ഇല്ല, എവിടെ പോയി? മരിച്ചുപോയി. ഐ എം സോറി. അമ്മയോ? അമ്മയും മരിച്ചുപോയി. എപ്പോൾ? എന്റെ സഹോദരിയെ പ്രസവിച്ച ആ നിമിഷം. ഓഹോ, എത്ര സഹോദരന്മാരുണ്ട്? യുവർ ഓണർ, ഇതെന്റെ കക്ഷിയെ മനഃപൂർവ്വം പരിഹസിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ മിസ്സിസ് നിർമ്മല. ലെറ്റ് ഹർ ടോക്ക്. എത്ര സഹോദരന്മാരുണ്ട്? സഹോദരന്മാരില്ല. ഓഹോ, സഹോദരിമാരോ? ഒരാളുണ്ട്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഈ നിൽക്കുന്ന ഡോക്ടർ രാജന് തന്റെ രക്തബന്ധമായി ഒരേ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. അല്ലാതെ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ പരിഹസിച്ചതല്ല. യുവർ ഓണർ, what has come for the kind consideration of this honorable court. Today is a small story of relation. It's man to man, woman to woman and blood to blood. അതെ, സ്വന്തം സഹോദരനാൽ വഞ്ചിക്കപ്പെട്ട ഒരു സഹോദരിയുടെ കഥ. സ്വന്തം ഭർത്താവ് നിഷ്കരണം ചതിച്ചു കൊല്ലപ്പെട്ടതോടെ വിധവയായ ഒരു ഭാര്യയുടെ കഥ. കുടുംബ ബന്ധങ്ങളുടെ നറുമണം മാറാത്ത ഒരു കെട്ടുകാലിയുടെ കഥ. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി കൃത്യം 11:30 മണിക്ക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. ദിസ് ഹാസ് ബീൻ ഫോർഡ് ബൈ എക്സിബിറ്റ് P13 സർട്ടിഫിക്കറ്റ്. ശരിയാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു. ബട്ട് ദ ക്രൂഷ്യൽ ക്വസ്റ്റൻ ഈസ് ഹൗ ഹി മെറ്റ് വിത്ത് ദ ഡെത്ത്. എങ്ങനെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചത്? കാറിന്റെ ബ്രേക്ക് പൊട്ടിയതോ അതോ പൊട്ടിച്ചതോ? സ്വന്തം സഹോദരിയെ സ്വർണ്ണക്കട്ടിൽ ഉറക്കുമെന്ന മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അഭിനയിച്ച് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ക്രൂരമായി ചതിച്ചു കൊന്ന് കൊലയാളിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഡോക്ടർ രാജൻ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പ്രതിയാണ്, കൊലയാളിയല്ല. ഹീസ് ഓൺലി ആൻ അക്യൂസ്ഡ്. കൊലയാളിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതിപീഠമാണ്. അതിനു മുൻപ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ എന്റെ മാന്യ സുഹൃത്തിനെ അനുവദിക്കരുത്. Why do you want to be so technical? It's only a casual statement. You can proceed. താങ്ക് യു, യുവർ ഓണർ. യെസ്, ഐ റിപ്പീറ്റ് ദ സെയിം വേർഡ്, കൊലയാളി. ഈ നിൽക്കുന്ന ഡോക്ടർ രാജൻ കൊലയാളിയാണ് എന്നതിനുള്ള എല്ലാ തെളിവുകളും സംഭരിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ ഈ കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഐ എം സോറി റെസ്പെക്ടഡ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. കൊലയാളി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ്. ഓ, താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. യുവർ ഓണർ, നീതിശാസ്ത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ കാർ ബ്രേക്കിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. വളരെ വിദഗ്ധമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ നഗ്നമായ രൂപം. ഇവിടെ 2 കൊലപാതകങ്ങളാണ് ഡോക്ടർ രാജൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബാല്യം മുതൽ ഒന്നിച്ച് പഠിച്ച് കളിച്ചു വളർന്ന ആത്മസുഹൃത്തിന്. 2, സ്വന്തം സഹോദരി സുമംഗലിയാക്കിയ എന്റെ ഭർത്താവിന്. ഐ എം സോറി, സഹോദരി ഭർത്താവിന്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയണ്ടേ? കേവലം ഒരു വിദേശയാത്ര. ആഫ്റ്റർ ഓൾ എ ഫോറിൻ ഡിഗ്രി. The cheapest motive that has ever been heard in the history of judiciary. No, you are mistaken. The cheapest reason that has ever been heard in the history of judiciary. ഒരു കൊലപാതകത്തിന് ഇത്രയ്ക്ക് ദുർബലമായ ഒരു കാരണം ഇല്ല.
ഒരാൾ വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഏത് വിദേശത്തും പറന്നെത്താൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ കേവലം ഒരു വിദേശ പര്യടനത്തിന് വേണ്ടി സ്വന്തം സഹോദരിയുടെ കെട്ടുകാലി പൊട്ടിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമായ ഒരു കാരണമേ അല്ല. The reasoning of the special prosecutor is silly, artificial and unbelievable. No, it's not silly nor artificial, but it's believable. ഒരു പെൻസിൽ ചോദിച്ചു കൊടുത്തില്ല എന്ന കാരണത്താൽ സഹോദരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ചരിത്രവും, മദ്യപിക്കാൻ പണം കൊടുത്തില്ല എന്ന കാരണത്താൽ ഒരു പിതാവ് സ്വന്തം മകളെ വെട്ടിക്കൊന്ന ചരിത്രവും, നാത്തൂന് സൗന്ദര്യം കൂടിപ്പോയി എന്ന കാരണത്താൽ മറ്റൊരു നാത്തൂൻ സഹോദരന്റെ ഭാര്യയെ അമ്മിക്കല്ലുകൊണ്ട് അടിച്ചു കൊന്ന സംഭവം നിത്യേന നടക്കുന്ന ഈ കാലഘട്ടത്തിൽ രക്തബന്ധങ്ങൾ പിച്ചിച്ചീന്തി പണത്തിന്റെ പിന്നാലെ പാഞ്ഞ നീചനായ ഒരു സഹോദരനോ അയാൾക്ക് വേണ്ടി വാദിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീലിനോ ഇതൊരു കൊലപാതകമല്ലായിരിക്കാം. ബട്ട് ഇറ്റ്സ് എ മർഡർ. ഇതൊരു കൊലപാതകമാണ്. ഐ സേ ഇറ്റ്സ് എ പ്രീ-പ്ലാൻഡ് മർഡർ ഡ്യൂ ടു പ്രൊഫഷണൽ ജലസി. ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എക്സൈറ്റഡ് ആവുന്നു. യെസ്, ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഐ ഷുഡ് ബി. രക്തബന്ധത്തിന്റെ പവിത്രത അറിയുന്ന ഏത് സ്ത്രീയും ഏത് ഭാര്യയും വികാരാധീനയോ? ഭർത്താവ് എന്താണെന്നും താലിയുടെ വില എന്താണെന്നും അത് നഷ്ടപ്പെടുമ്പോഴേ ഏത് സ്ത്രീയും പരിപൂർണമായി മനസ്സിലാക്കൂ. അത് നഷ്ടപ്പെട്ടു നിൽക്കുന്നവളാണ് ഞാൻ. ആ ദുഃഖം അനുഭവിച്ചു നിൽക്കുന്നവളാണ് ഞാൻ. എനിക്ക് അതിന്റെ യഥാർത്ഥ വില അറിയൂ. എല്ലാ രാത്രികളിലും എന്റെ കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് മമ്മി ഡാഡി എപ്പോ വരും എന്ന് ചോദിക്കും. വേദന കടിച്ചമർത്തി മോളെ നാളെ വരും എന്നെന്റെ കുഞ്ഞിനെ സമാധാനിപ്പിക്കും. ഇനി എത്ര രാത്രികൾ കടന്നു കഴിഞ്ഞാലും മോളുടെ ഡാഡി തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ ഭർത്താവ്, അതെ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചതിയിൽ കൊല്ലപ്പെട്ടതാണെന്നും അതിന് ഉത്തരവാദി ഈ നിൽക്കുന്ന ഡോക്ടർ രാജനാണെന്നും എനിക്ക് വ്യക്തമായി അറിയാം. ഭർത്താവിന്റെ മഹത്വങ്ങൾ കൊട്ടിഘോഷിച്ചും കണ്ണുനീർ പൊഴിച്ചും കോടതിയുടെ സിമ്പതി പിടിച്ചു പറ്റാനാണ് പ്രോസിക്യൂട്ടറുടെ പുതിയ ശ്രമമെന്ന് തോന്നുന്നു. കണ്ണുനീരിന്റെ വില എന്തെന്നോ കുടുംബ ബന്ധങ്ങളുടെ വ്യാപ്തി എന്തെന്നോ അറിയാത്ത നീചനായ ഒരു കൊലപാതകയ്ക്ക് വേണ്ടി വാദിക്കാൻ വേഷം കെട്ടിയ ഒരു വക്കീലിന് ഒരുപക്ഷെ ഇതൊരു നാടകമായി തോന്നിയേക്കാം. എന്നാൽ നാം ഇതിന്റെ അവസാന രംഗത്തേക്കാണ് കടക്കുന്നത്. തിരശ്ശീല വീഴുന്നതിന് മുൻപ് എന്റെ മാന്യ സുഹൃത്തിന് സത്യം മനസ്സിലാകുമെന്ന വിശ്വാസത്തോടെ യുവർ ഓണർ, ലെറ്റ് മീ പ്രൊസീഡ് വിത്ത് ദ ട്രയൽ. യെസ്. ജൂൺ 16-ാം തീയതി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൊല ചെയ്യപ്പെട്ട ദിവസം പ്രതി ഡോക്ടർ രാജൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രതിഭാഗം കേസ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് പച്ച കള്ളമാണെന്ന് തെളിയിക്കാൻ എന്റെ അടുത്ത സാക്ഷിയായ മിസ് അലക്സാണ്ടർ വിസ്തരിക്കാൻ ദയവായി അനുവദിക്കണം. Permission granted. നിങ്ങൾ എയർപോർട്ട് ഓഫീസറായിട്ട് എത്ര നാളായി? 4 വർഷം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ജൂൺ 16-ന് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന IC 502 നമ്പർ ഫ്ലൈറ്റിന്റെ പാസഞ്ചേഴ്സ് സ്റ്റാർട്ടാണിത്. ഡോക്ടർ രാജൻ എന്നൊരാൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതായി ഇതിലുണ്ടോ? ഇല്ല, യാത്ര ചെയ്തിട്ടില്ല. ജൂൺ 17-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട AC 502 നമ്പർ പാസഞ്ചർ സ്റ്റാർട്ടിൽ ഡോക്ടർ രാജൻ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. That's all, Your Honor. Now you can cross-examine the witness. നിങ്ങളുടെ പേരെന്താ പറഞ്ഞ? AK അലക്സാണ്ടർ. മിസ്റ്റർ മിർസയെ നിങ്ങൾ അറിയുമോ? ഏത് മിർസ? നിങ്ങളുടെ പാസഞ്ചർ ചാർട്ടിൽ നമ്പർ 16 ആയ മിസ്റ്റർ മിർസ വഹീദ് എന്ന പേരിലാണ് ഡോക്ടർ രാജൻ സഞ്ചരിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കഴിയും. എങ്ങനെ? മിസ്റ്റർ മിർസ വഹീദ് എറണാകുളം കസ്റ്റംസിൽ ഓഫീസറാണ്. അദ്ദേഹത്തിന് ടിക്കറ്റ് റിസർവ് ചെയ്തത് ഞാനാണ്.
noted, Your Honor. റിട്ടേൺ ജേണിയിൽ ഡോക്ടർ രാജന്റെ പേരുണ്ടല്ലോ. നമ്പർ 28 ഡോക്ടർ രാജനല്ലേ? അതെ. പിന്നെ നിങ്ങൾ ഇല്ലെന്ന് ചീഫ് എക്സാമിനേഷനിൽ പറഞ്ഞതോ? ഈ ഡോക്ടർ രാജൻ MA PhD ആണ്. പ്രതി ഡോക്ടർ രാജൻ MBBS MS അല്ലേ? Any more questions? No, Your Honor. Your Honor, Indian Airlines ഓഫീസർ മിസ്റ്റർ AK അലക്സാണ്ടറുടെ മറുപടിയിൽ നിന്നും പ്രതി ഡോക്ടർ രാജൻ ജൂൺ 16-ാം തീയതി സ്ഥലത്തില്ലായിരുന്നു എന്ന മൊഴി അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. Let me go to the next point. ഡോക്ടർ രാജന് MCH സെലക്ഷൻ കിട്ടിയെന്നും ജൂൺ 16-ാം തീയതി, അതായത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൊല ചെയ്യപ്പെട്ട ദിവസം പ്രതി ഡോക്ടർ രാജൻ ബാംഗ്ലൂരിൽ 1ാം ടെസ്റ്റിന് പോയിരുന്നെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. ബട്ട് I can prove through my next witness that the defense versions are incorrect and false. Call the witness. MCH എക്സാമിന് ആർക്കാണ് സെലക്ഷൻ കിട്ടിയത്? ഡോക്ടർ ഉണ്ണികൃഷ്ണന്. That means the deceased Dr. Unnikrishnan. Am I right? Yes, you are right. Please note the point. MCHന് സെലക്ഷൻ കിട്ടിയ കാൻഡിഡേറ്റ്സിനുള്ള 1ാം ടെസ്റ്റ് ബാംഗ്ലൂരിൽ നടന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ച അതേ ദിവസം തന്നെയാണോ? അല്ല. ഫസ്റ്റ് ടെസ്റ്റ് വാസ് കണ്ടക്ടഡ്. No need of further explanations. I object, Your Honor. സാക്ഷിയെ പറയാനുള്ള മുഴുവൻ പറയാൻ അനുവദിക്കണം. എന്റെ ചോദ്യത്തിന് ഉത്തരം സാക്ഷി പറഞ്ഞു കഴിഞ്ഞു. If you want anything more, elicit in cross examination. ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് MCHന് സെലക്ഷൻ എങ്കിൽ ഡോക്ടർ രാജൻ ഫസ്റ്റ് ടെസ്റ്റിന് പോയതെങ്ങനെ? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചപ്പോൾ സെക്കൻഡ് റാങ്ക് ഡോക്ടർ രാജൻ ആയതുകൊണ്ട്. സെക്കൻഡ് റാങ്ക് ഡോക്ടർ രവീന്ദ്രനും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ വളരെയധികം ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നു. അതായത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചതുകൊണ്ട് ഡോക്ടർ രാജൻ പോയി. അതായത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ ഡോക്ടർ രാജന് പോകാം. ദാറ്റ് മീൻസ് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഇല്ലാതാക്കിയാലും ഡോക്ടർ രാജന് പോകാം. സാക്ഷിയെ അനാവശ്യമായി വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് പ്രോസിക്യൂട്ടർ. നോ, വളച്ചൊടിച്ച് വികൃതമാറ്റിയ ഒരു കൊലപാതകത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. Cross exam. No, Your Honor. He has categorically stated that the first rank holder was Dr. Unnikrishnan and no test was conducted on June 16th. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ജീവിച്ചിരുന്നാൽ തന്റെ ജീവിത സാഫല്യമായ ഫോറിൻ ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ രാജൻ സ്വന്തം കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ച ശേഷം അതിന്റെ കീ നിർബന്ധപൂർവ്വം ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കുകയും അതുവഴി ആക്സിഡന്റ് എന്ന വ്യാജേന ഒരു കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്തത്. A murder in most cruel fashion. ആ കൊലപാതകം കൊണ്ട് ഒരു കുടുംബമാണ് ചിന്ന ഭിന്നമായത്. പിതൃവാത്സല്യം ലഭിക്കേണ്ട കാലഘട്ടത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യ, എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്ന ഈ നീതിനെ, ഐ എം സോറി, എന്റെ കച്ചിയെ കൊന്ന ഈ പ്രതിയെ അർഹിക്കുന്ന ശിക്ഷ നൽകി നീതിയുക്തമായൊരു വിധി ഉണ്ടാക്കണമെന്ന് ഒരു സഹോദരി എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും താഴ്മയോട് അപേക്ഷിക്കുന്നു. Case is adjourned to August 12th.